എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കിക്ക് കൂബസ്. ഇതുള്ളത് നെതർലൻഡ്സിലെ റോട്ടർഡാം എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. നെതർലൻഡ്സിലെ തന്നെ മോസ്റ്റ് യുണീക്ക് ആൻഡ് ക്രിയേറ്റീവ് ഒരു ആർക്കിടെക്ചർ ലാൻഡ്മാർക്കാണ് ഈ യെല്ലോ കളറിലുള്ള ക്യൂബ് ഷേപ്ഡ് ഹൗസസ് 45 ഡിഗ്രി ആംഗിളിൽ ടിൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഡിസൈൻ ചെയ്തത് ഡച്ച് ആർക്കിടെക്ട് ആയ പീറ്റ് ബ്ലോം ആണ്. 1970-ലാണ് ഇതിന്റെ പണി നടന്നത്. ഈ ആർക്കിടെക്റ്റിന്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർബൻ ഫോറസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ആൻഡ് ഇതിനകത്തുള്ള ഓരോ ഹൗസും ഒരു ട്രീനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ വീടുകളിലും കൂടെ ചേർന്ന് ഒരു ഫോറസ്റ്റ് ഫോം ചെയ്യുക. ഇവിടെ കാണുന്ന ഇത്രയും വീടുകളിൽ ഒരെണ്ണം മാത്രം പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മളിപ്പോൾ കാണാൻ കയറിയിരിക്കുന്നത്. ഇവിടെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് €3 എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത്. ഈ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫുള്ളി ഫർണിഷ്ഡ് ആട്ടോ. അപ്പൊ നമുക്ക് ആക്ച്വലി ഈ ടിൽറ്റഡ് ഹോംസിൽ ആൾക്കാർക്ക് എങ്ങനെ ജീവിക്കാമെന്ന് നമ്മളെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്ന രീതിയിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ബെഡ്റൂമിലാട്ടോ. സാധാരണ ഒരു അപ്പാർട്ട്മെന്റിൽ ഉള്ളതാണ് തന്നെ നമുക്ക് നൈസായിട്ട് അവിടെ ഒരു ബെഡ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന കാണാം. അതുപോലെ നമുക്ക് കബോർഡ്സും കാര്യങ്ങളെല്ലാം സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവര്. ഇതാണ് ക്ലബ് ഹൗസിന്റെ ഏറ്റവും മേളിലത്തെ പോർഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു സിറ്റിംഗ് ഏരിയയും ഒരു വ്യൂവിംഗ് ഏരിയയും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വീണ്ടും താഴത്തേക്ക് ഇറങ്ങിട്ടോ. ആ ബെഡ്റൂമിന്റെ അടുത്തായിട്ട് നമുക്കൊരു ബാത്റൂം കാണാൻ പറ്റും. വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാട്ടോ നമ്മൾ എൻ്റർ ചെയ്ത ഫ്ലോർ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് കിച്ചണും ലിവിംഗ് റൂമും വരുന്നത്. കിച്ചണും വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു കിച്ചൺ ഡിസൈൻ ആണ് ഇവർ ചെയ്തേക്കുന്നത്. ബട്ട് നമുക്ക് ഇവിടെ എല്ലാ ഫെസിലിറ്റി അവർ കൊടുത്തേക്കുന്നത് കാണാട്ടോ. ഇതാണ് ഒരു ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ കുറച്ച് ലെഫ്റ്റിലേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് ലിവിംഗ് റൂം കാണാൻ പറ്റൂട്ടോ. അവിടെ നമുക്ക് 2 സോഫ ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കാണാം.